ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പുലാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പിന്നെ നമ്മുടെ മസാല ഐറ്റംസൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നെയ്ക്ക് പകരം കുറച്ച് എണ്ണ കൂടെ ഒഴിക്കണമെങ്കിൽ പപ്പാതി എടുത്താൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്താൽ മതി. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇത്ര ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒന്നും കളറൊന്നും മാറണ്ട, വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒന്നും മാറണ്ട കേട്ടോ. പക്ഷേ ആ നെയ്യിലൊക്കെ കിടന്ന് അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറി കിട്ടിയാൽ മതി. പിന്നെ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ പച്ചമുളകിൻ്റെ എരിവാണ് നമുക്കിതിനകത്ത് വരുന്നത്. ഇത് നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ആ രീതിയിലുള്ള പുലാവാട്ടോ റെഡിയാക്കുന്നത്. ഇതിലേക്ക് പിന്നെ പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് 2 ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ താഴെ കൊടുത്തിരിക്കാമേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റ് അളവ് നമ്മൾ അരി അടക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്തിയാൽ വേണേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ജീരകമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പുതിനയിലയും മല്ലിയില പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടെ അരച്ചുള്ളൊരു മസാലക്കൂട്ടാണ് ഇത് റെഡിയാക്കുന്നത്. ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് തന്നെ വേണം ചെയ്യാൻ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ പറഞ്ഞ പച്ചമുളകിൻ്റെ എരിവ് തന്നെ ഇതിനകത്ത് വരുന്നത്. 1 ടീസ്പൂൺ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. തണുത്ത് കഴിയുമ്പോൾ ചെറിയ ചൂട്, ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടാണല്ലോ ഈ ഇലകളൊക്കെ ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് തന്നെ ഇതങ്ങ് തണുക്കുക പെട്ടെന്ന്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ അരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന അരിയുടെയൊക്കെ എത്ര വെള്ളം വേണോ അതെടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് വേണം നമുക്ക് അരയ്ക്കാൻ എടുക്കാൻ, അല്ല സെപ്പറേറ്റ് എടുത്ത് അരയ്ക്കാൻ എടുക്കല്ലേ. ഇത് കുക്കറിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലുമാണ് ചേർത്തിരിക്കുന്നത്. ആ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നെയ്യ് മാത്രം മതിയെങ്കിൽ നെയ്യ് മാത്രം ചേർത്ത് കൊടുക്കാം, എണ്ണ മാത്രം മതിയെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കണം. നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ. പിന്നെ ഇതിലേക്ക് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വലിയൊരു തക്കാളിപ്പഴം നമുക്ക് ചേർത്ത് കൊടുക്കാമേ. അത് പുളിയുടെ അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നാരങ്ങ നീരും കൂടെ പുളി കുറവാന്ന് തോന്നുമെങ്കിൽ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്താൽ മതിയേ. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഞാൻ ഇതിനകത്തോട്ടുണ്ടല്ലോ പച്ചക്കറികൾ, നമ്മൾ വെജിറ്റബിൾസ് ഇതിനകത്ത് ക്യാരറ്റും മട്ടറും ഉരുളക്കിഴങ്ങുമാണ് ഇട്ടിരിക്കുന്നത്. അതിട്ടിരിക്കുന്ന വീഡിയോ സ്കിപ്പായിപ്പോയി കേട്ടോ ഇതിനകത്തുനിന്ന്. അപ്പോൾ അത് ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണും വീതം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അളന്ന് ഇതിൻ്റെ ഞാൻ പറഞ്ഞ മെഷർമെൻറ്റൊക്കെ ഇതിൽ കൊടുത്തിരിക്കാം. നമുക്ക് ഇനി വേറെ ഇപ്പോൾ സോയാബീനൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ 3 ഐറ്റങ്ങളെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമേ. ഇപ്പം ഞാൻ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ. അത് ഞാൻ 1.5 കപ്പാട്ടോ അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. ഇനി അത് നമ്മൾ പച്ചക്കറികൾ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും പച്ചക്കുത്തൽ വല്ലതും ഉണ്ടെങ്കിൽ മാറിക്കോളും. അതിനകത്ത് 2 മിനിറ്റ് ഒന്ന് ഇളക്കുമ്പോൾ കേട്ടോ. എന്നതിന് ശേഷം ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ അരി ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുക്കറിലായതുകൊണ്ട് 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ അരയ്ക്കാനൊക്കെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇതിനകത്തോട്ട് ഞാനിപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ചൂട് വെള്ളം ഇതിലേക്കോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലൊക്കെ ഒഴിക്കുന്നതും അതിൽ നിന്ന് വെള്ളം എടുത്ത് തന്നെ ആട്ടോ ഒഴിക്കുന്നത്, അല്ലാതെ എക്സ്ട്രാ വെള്ളമൊന്നും അല്ല ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ പറഞ്ഞ അളവുകളൊക്കെ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിരിക്കാം. പിന്നെ അരി എടുക്കുന്നതിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇപ്പോൾ 1 കപ്പിന് ഒരു 2 കപ്പ് എന്നുള്ള രീതിയിൽ, 1.5 കപ്പാണെങ്കിൽ 3 കപ്പ്, ആ രീതിയിൽ വേണം, ഇരട്ടി വീതം വേണം വെള്ളം എടുക്കാനേ. ഇനി ഇതിനകത്തൊരു ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് പിന്നെ കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒറ്റ വിസിലടിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ആവിയൊക്കെ പോയിട്ട് തുറന്ന് എടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്കൊരു ഫോർക്കും എല്ലാം വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലാതെ തവി വെച്ചൊക്കെ ഇളക്കിയാൽ ചിലപ്പോൾ ഇത് കുഴഞ്ഞു പോവേ, അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിപ്പം വേണമെങ്കിലും ഈ തുറന്നതിന് ശേഷം നല്ല ചൂടിലിരിക്കില്ല, അന്നേരം നമുക്കൊരു ഇച്ചിരി നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ആവശ്യത്തിന് നെയ്യ് നമ്മൾ ആദ്യമേ എടുത്തത് കൊണ്ടാണ് ഞാൻ നെയ്യ് കൂടുതൽ വേണം, അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു സലാഡും കൂടെ മതി നമുക്ക് കഴിക്കാൻ. നല്ല ടേസ്റ്റ് ഈ മസാലയൊക്കെ ചേർത്ത് ഞാൻ അരച്ചെടുത്തൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക.